ഒരു കാലഘട്ടം മുഴുവൻ മലയാളികളെ ആവേശം കൊള്ളിച്ച കലാരൂപമാണ് നാടകങ്ങൾ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണത്തിന് മുതൽ സാമൂഹ്യ വിഷയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വരെ നാടകങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. നാടകങ്ങളും നാടക കലാകാരന്മാരും എല്ലാം മലയാളിയുടെ ആവേശമായിരുന്നൊരു കാലമുണ്ട്. പക്ഷേ ഇപ്പോൾ കഥയാകെ മാറിയിരിക്കുന്നു. എങ്കിലും നാടകത്തിൻ്റെ പിന്നണിയിലെ കഥകൾ, നാടകവിശേഷങ്ങൾ, ഇന്നത്തെ നാടകത്തിൻ്റെ അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് പ്രദീപ് മാളവിക. സ്വാഗതം. നമസ്കാരം. ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് എങ്ങനെയായിരുന്നു കടന്നു വന്നേ? പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നതിന് മുമ്പ് സ്കൂൾ നാടകങ്ങളിലൂടെ, യുവജനോത്സവത്തിലൂടെ അമച്ചർ നാടകത്തിലേക്ക് വന്നതിന് ശേഷമാണ് പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നാടകം ഒരു വികാരമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹരമായിട്ട്, വിദ്യാഭ്യാസം തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാറ് പഠിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഭാവന നാടകത്തിൻ്റെയും സിനിമയുടെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മയിലേക്ക് എപ്പോഴും വരുന്നത്. എഴുത്തുണ്ടായിരുന്നു അന്ന്? എഴുത്തും ചെറുതായിട്ട് അന്നുണ്ടായിരുന്നു. നാടകം എഴുതുമായിരുന്നു ക്ലാസ്സിലിരുന്നു ഒക്കെ എല്ലായിടത്തും ഇരുന്നും. അന്ന് കളിക്കുന്ന നാടകങ്ങളൊക്കെ നമ്മൾ എഴുതുന്ന നാടകങ്ങളൊക്കെ ആയിരുന്നു. ഈ അമച്ചർ നാടകം എത്ര കാലം കൊണ്ടുനടന്നു? ഒരു 12 വർഷം കൊണ്ടുനടന്നു. അതായത് സ്കൂൾ ജീവിതത്തിന് ശേഷമോ ആ കൂടെ തന്നെയോ? സ്കൂൾ ജീവിതത്തിനോടൊപ്പം. അപ്പോൾ അമച്ചർ നാടകം അന്ന് ഈ 70, 80, 90കളിലൊക്കെ അമച്ചർ നാടകങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഏകാംഗ നാടക മത്സരങ്ങളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് നടത്താൻ വേണ്ടി വൈക്കം ശില്പശാല എന്ന പേരിൽ ഒരു അമച്ചർ നാടക സംഘം ഞാൻ നടത്തിയിരുന്നു. സാധാരണ എല്ലാവരും വായനശാലകളും ക്ലബ്ബുകളും ഒക്കെ ആയിട്ടൊക്കെയാണ് പോകുന്നത്. എൻ്റെ പണം മുടക്കോടുകൂടി നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ലബ്ബായിരുന്നു. അല്ല, അങ്ങനെ പണം മുടക്കി നടത്താൻ ഉള്ള വരുമാനം അതിൽ നിന്നുണ്ടാവുമായിരുന്നു? വരുമാനം ഉണ്ടാകുന്നത് സമ്മാനം കിട്ടുന്ന ക്യാഷ് അവാർഡാണ്. സമ്മാനം കിട്ടിയില്ലേ പോയി. അപ്പോൾ സമ്മാനം കിട്ടും എന്ന വിശ്വാസത്തിൽ നാടകം ഇറക്കുന്നു. എല്ലായിടത്തും കൊണ്ട് മത്സരത്തിന് കളിക്കുമ്പോൾ അവിടെ നിന്ന് എന്ത് ക്യാഷ് അവാർഡ് കിട്ടും. ആ ക്യാഷ് അവാർഡ് കൊണ്ടാണ് അത് പിടിച്ചു നിന്നിരുന്നത്. പക്ഷേ അത് ഈ ക്യാഷ് അവാർഡൊക്കെ അന്ന് വലിയ തുകയാണോ? വലിയ തുക അല്ലെങ്കിലും അന്ന് നമുക്ക് ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലയൊക്കെ അങ്ങനെ ആയിരുന്നില്ല. അല്ല, ഈ വരുന്നവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കണ്ടേ? വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു ചില്ലറ പലഹാരം അത് മതി. അവർക്ക് അധികം അതിന് പ്രതിഫലമായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഈ ഏകാംഗ നാടക മത്സരത്തിൽ പങ്കെടുക്കുകയും അമച്ചർ നാടകങ്ങളിൽ എങ്ങനെ മുഴുകിക്കഴിയുകയും ചെയ്തതിന് ശേഷം എന്നാണ് ഒരു പ്രൊഫഷണൽ നാടകത്തിലേക്ക് കാലുകുത്തുന്നത്? കോട്ടയം ദേശാഭിമാനി എന്ന് പറഞ്ഞ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. ദേശാഭിമാനിയുടെ പുതിയ നാടകം തുടങ്ങുമ്പോൾ കുറച്ച് പുതുമുഖങ്ങളെയും കൂടെയൊക്കെ അതിനകത്തേക്ക് പങ്കെടുപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നു. അവരെന്നോട് സംസാരിച്ചു. ഒരു ഇൻ്റർവ്യൂ പോലെ നോക്കിയപ്പോൾ കൊള്ളാൻ തോന്നി. അവർ അതിലേക്ക് എന്നെ ഉൾപ്പെടുത്തി. അപ്പോൾ അത് ആദ്യത്തെ നാടകം തന്നെ വിജയമായിരുന്നു? വിജയമായിരുന്നു. കുഴപ്പമില്ലാതെ പോയി. അത് ഏത് വർഷമായിരിക്കും? 45 വർഷമെങ്കിലായിട്ടുണ്ട്. 1980-ലായിരിക്കണമല്ലോ? അതെ അതെ അതെ. അപ്പോൾ 45 വർഷമായിട്ട് പ്രൊഫഷണൽ നാടകത്തിലുണ്ട് അല്ലേ? പിന്നെ തുടർന്ന് പിന്നെ ബ്രേക്ക് ഇല്ലാതെ ഇതുവരെ പോരുകയല്ലേ? പോരുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രൂപ്പിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാടക ട്രൂപ്പായ ആലുവ മൈത്രി എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിലേക്ക് വരുവാണ്. അതായത് സേവിയർ പുൽപ്പാട്ട് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ ആ ട്രൂപ്പാണത്. അപ്പം അതിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അഭിനയത്തെക്കുറിച്ചും മറ്റ് എല്ലാ മേഖലയെക്കുറിച്ചും കൂടുതൽ പഠിക്കാനും എല്ലാം മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ അതിൽ തുടർന്നാണ് മറ്റു പല ട്രൂപ്പുകളിലേക്ക്. എത്ര ട്രൂപ്പിൽ ഇതിനോടകം പ്രവർത്തിച്ചിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു 10 ട്രൂപ്പിലോളം മറ്റ് ട്രൂപ്പുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വന്ന് 30 വർഷമായിട്ട് വൈക്കം മാളവികയുടെ സാരഥ്യവും പ്രധാന നടനുമായിട്ട് അഭിനയിക്കുകയാണ്. 30 വർഷമായിട്ട്. അപ്പോൾ ഇതിനോടകം എത്ര നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടാവണം? ഇപ്പം നമ്മൾ പറഞ്ഞ വർഷം വെച്ച് നോക്കുമ്പം വർഷത്തിൽ ഒരെണ്ണം മിനിമം ഉണ്ടാവില്ലേ? ഒരു ചില നാടകങ്ങൾ 2 വർഷം കളിക്കും. എന്നാൽ ഒരു 10-40 നാടകം ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യത. ഇപ്പോൾ ഈ 45 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെ വന്നാലും ഒരു 35 നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ 80കളിലും 90കളിലും ഒക്കെ അന്ന് ഒരു സീസണിൽ എത്ര സ്റ്റേജ് വരെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? അന്ന് ഇതുപോലെ അല്ല. അന്ന് ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ സെക്കൻഡ് പ്രോഗ്രാമുകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാടകം ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും ഒരു 300, ചിലപ്പം ഹിറ്റായി പോവുകയാണെങ്കിൽ 350 സ്റ്റേജ് വരെ
അഭിനയിച്ചിട്ടുള്ള നാടകം. ഇതൊരു സീസണലല്ലേ? ഒരു സീസണിൽ ആണെങ്കിലും ഈ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഫൈൻ ആർട്സ് സൊസൈറ്റികൾ അന്ന് സജീവമായിരുന്നത് കൊണ്ട് മിക്കവാറും അന്ന് ഈ ടിക്കറ്റ് പ്രോഗ്രാം ഫൈൻ ആർട്സ് സൊസൈറ്റി മഴക്കാലത്ത് പോലും നാടകങ്ങളുണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ഇൻഡോർ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ആയിട്ടല്ലേ ഉണ്ടായിരുന്നു, എല്ലായിടത്തും നാടകം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം എത്ര നാടകം കളിക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് ഒരു 150-നും 200-നും ഇടയ്ക്ക് നാടകങ്ങളെ ഇപ്പോൾ കളിക്കാൻ പറ്റുന്നുള്ളൂ. നല്ല രീതിയിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല നാടകമാണെങ്കിൽ ഹിറ്റായെങ്കിൽ. പക്ഷേ അത് ആളുകൾക്ക് ഇപ്പോഴും നാടകത്തോടൊരു താല്പര്യമുണ്ടോ? ഈ നാടകത്തോട് താല്പര്യമില്ലെന്ന് ചില ആളുകൾ പറഞ്ഞ് ഇങ്ങനെ പരത്തുന്നതാ. അത് അവർ നാടകത്തിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ടാണ്. അവർ നാടകത്തിലേക്ക് അമ്പലപ്പറമ്പിലായാലും പള്ളിപ്പെരുന്നാളിലായാലും ആഘോഷത്തിനായാലും അവർ സമയം കണ്ടെത്തി വരുന്നില്ല. അവിടെയൊക്കെ ഞാൻ ചോദിക്കുന്നേ, അങ്ങനെ സമയം കണ്ടെത്തി വരുന്നവരുടെ എണ്ണം കുറയുന്നതിനല്ലേ ഈ താല്പര്യം കുറയുന്നു എന്ന് പറയുന്നത്? ഇടയ്ക്കൊക്കെ ആൾക്കൊരു ചെറിയ കുറവൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഒരു കുറവുമില്ല. ഉത്സവപ്പറമ്പിലൊക്കെ നിറയെ ആളാണ്. അതും നാടകം 7:30 മണിക്ക് നാടകം തുടങ്ങിയാൽ 7 മണിക്ക് നാടകം തുടങ്ങിയാൽ ഫുൾ ഓഡിയൻസ് ആണല്ലേ? ഈ ഉത്സവപ്പറമ്പുകളിൽ ഇപ്പോൾ മറ്റെന്തൊക്കെ കലാരൂപങ്ങളാണ് സാധാരണ വരുന്നത്? അല്ലെങ്കിൽ ഈ നാടകം പോലെ തന്നെ ആളുകൾ ആസ്വദിക്കുന്ന മറ്റെന്തൊക്കെ പരിപാടികൾ? മറ്റു പരിപാടികൾ ബാലെ ഇപ്പോഴും ഉണ്ടോ? ബാലെ ഉണ്ട്, ഇപ്പോഴും. പക്ഷെ ബാലെ ട്രൂപ്പുകളൊക്കെ പലതും നിന്ന് പോയി തോന്നുന്നു. കുറച്ചൊക്കെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ബാലെ ഉണ്ട്, സജീവമാണ്. പിന്നെ ഗാനമേള അത് കുറച്ച് ഹൈടെക് ആയിട്ടുള്ള ഗാനമേളകൾക്കൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പൊ കൂടുതൽ ആളുകൾ ഉണ്ടാവുക. ആണോ? ഗാനമേളയ്ക്ക് ആളുകളുണ്ട്. പക്ഷേ ഈ ഗാനമേളയ്ക്ക് ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ അവിടെ വന്ന് പാടാനും തുള്ളാനും ഒക്കെ നോക്കും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ ഒരുപാട് വേണ്ടി വരുന്നത് കൊണ്ട് ആളുകൾ ആ പ്രോഗ്രാം കുറയ്ക്കുന്നുണ്ട്. ഒരു സീസണിലെ നാടകം ഏത് വേണമെന്ന് തീരുമാനിക്കുന്നിടം മുതൽ അത് ആദ്യത്തെ സ്റ്റേജിലേക്ക് കയറുന്നത് വരെ എന്തൊക്കെ പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ട ഏത് കഥ വേണമെന്നാണല്ലോ, അല്ലെങ്കിൽ ആരെ കൊണ്ട് എഴുതിക്കണമെന്ന്. അവിടെ മുതൽ ഒരു നാടക സ്റ്റേജ് ചെയ്യുന്നിടം വരെ, ആദ്യത്തെ സ്റ്റേജിലേക്ക് കയറുന്നിടം വരെ നമുക്ക് എന്തൊക്കെ പണി ചെയ്യേണ്ടി വരും ഒരു നാടക സംഘത്തിന്റെ സാരഥി എന്ന നിലയിൽ? നാടകൃത്തിനെ കണ്ടെത്തുക, അതോടൊപ്പം തന്നെ സംവിധായകനും, അത് രണ്ടും ഒന്നിച്ച് തന്നെയായിരിക്കും നമ്മൾ തീരുമാനിക്കപ്പെടുന്നത് ആരായിരിക്കുമെന്ന്. അപ്പോൾ നാടകൃത്തുമായിട്ട് ചർച്ച ചെയ്ത് കഴിയുമ്പോൾ നാടകൃത്ത് ഒരു പ്രമേയം പറയും. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടതാണോ എന്ന് ചർച്ച ചെയ്തിട്ട് നല്ല പ്രമേയമാണെങ്കിൽ എഴുത്തു തുടങ്ങും. അത് ഏകദേശം ഒരു നാടകം തുടങ്ങുന്നതിന് ഒരു 10 മാസം മുമ്പെങ്കിലും ഇങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നടന്നുകൊണ്ടിരിക്കണം. എന്നാലേ അന്നത്തേക്കൊക്കെ നാടകം ആകുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ കഥാപാത്രങ്ങൾ, അപ്പോൾ ആരൊക്കെ നാടകം എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും അതിനകത്ത് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നാടകത്തിന് അറിയാവുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടെത്താൻ പറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആർട്ടിസ്റ്റുകളെ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യും. അല്ലെങ്കിൽ കിട്ടിയല്ല, സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല ആൾക്കാരെ കിട്ടിയല്ല. ഇപ്പം നാടക അഭിനേതാക്കളുടെ എണ്ണം വളരെ കുറവുണ്ടോ? അഭിനേതാക്കളുടെ എണ്ണം കുറവൊന്നുമില്ല, എങ്കിലും സ്ത്രീകൾ പുതിയതായിട്ട് രംഗത്തേക്ക് വരുന്നത് അല്പം കുറവുണ്ട്. ആ ഒരു അവസ്ഥ ഉണ്ട്. അതെന്നാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപാട് തൊഴിൽ മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നും കൊണ്ട്. ഒരു നാടകൃത്ത് ഒരു നാടകം എഴുതാൻ സമ്മതിച്ചാൽ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു നാടകത്തിന് എത്ര പ്രതിഫലം കൊടുക്കേണ്ടി വരും? 1 ലക്ഷം മുതൽ 1.5 ലക്ഷം വരെ പ്രതിഫലം മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ നാടകൃത്ത് പല നാടക കമ്പനികൾക്ക് വേണ്ടി എഴുതുന്നുണ്ടാവും. ഒരു അതാ പുള്ളിയുടെ എഴുത്തിൻ്റെ റേഞ്ച് പോലെ ഇരിക്കും. ചിലപ്പം 2 നാടകം എഴുതുന്നവരുണ്ട്, 3 നാടകം എഴുതുന്നുണ്ട്, 5ഉം 6ഉം 7ഉം വരെ നാടകങ്ങൾ എഴുതുന്ന നാടകൃത്തുക്കളുണ്ട്. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആരാ എഴുത്തുകാരിൽ? ഇപ്പോൾ എഴുത്തുകാരിൽ സൂപ്പർ സ്റ്റാർ ആരാന്ന് ചോദിച്ചാൽ ഇപ്പം മുഹാദ് വെമ്പായം എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ നാടകം എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രദീപ് കുമാർ കാവുന്തറ, പിന്നെ ഹേമന്ത് കുമാർ, ജയൻ തിരുമന, അങ്ങനെ ഒരുപാട് നാടകൃത്തുക്കളുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഒരു 10-15 കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഫ്രാൻസിസ് ടി മാവേലിക്കര ഇപ്പൊ സജീവല്ലേ? ഫ്രാൻസിസ് ടി മാവേലിക്കര ഇവരോടൊപ്പം ഉണ്ട്. ഈ എഴുത്തങ്ങ് പുരോഗമിക്കുന്നതിനിടയ്ക്ക് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട മറ്റൊരുക്കങ്ങൾ എന്തൊക്കെയാ? ഈ ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുക, അവരെ ബുക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ പിന്നെ
അത് കഴിഞ്ഞ് ഉടനെ തന്നെ അത് കണ്ടെത്തേണ്ട മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നാടകം നമുക്ക് റിഹേഴ്സൽ തുടങ്ങുന്നതിൻ്റെ ഈ സമയമാണ്. അപ്പോൾ ആ സീസണിലെ നാടകം ഏകദേശം ഒരു മെയ് കഴിയുമ്പോൾ തീരും. അപ്പോൾ റിഹേഴ്സൽ നമ്മൾ ഏകദേശം ഒരു ജൂണിലോ ജൂലൈയിലോ ഒക്കെ ആയിരിക്കും തുടങ്ങുന്നത്. അടുത്ത ഓണത്തിന് മുമ്പ്, ഓണമാണ് അടുത്ത ഒരു സീസൺ, അതിനു മുമ്പ് മിക്ക നാടക ട്രൂപ്പുകളും നാടകം ഇറക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഈ റിഹേഴ്സലിന്റെ സമയത്ത് വരുമ്പോൾ ഈ ആർട്ടിസ്റ്റുകൾക്ക് എങ്ങനെയാണ് പ്രതിഫലം നിശ്ചയിക്കുക? ഈ റിഹേഴ്സലിന്റെ സമയത്ത് ആർട്ടിസ്റ്റുകൾക്ക് പ്രതിഫലമൊന്നുമില്ല, അവർക്ക് അന്നേരം ഒന്നുമില്ല, നാടകത്തിനാണ് പ്രതിഫലം. ഓരോ നാടകത്തിനും. ഈ റിഹേഴ്സൽ എന്ന് പറയുന്നത് 2 മാസം നീണ്ടു നിൽക്കില്ലേ? 2 മാസമൊന്നുമില്ല, ഒരു മാസം കൊണ്ടൊക്കെ തീരും. അപ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചിട്ടായിരിക്കും വരിക. അത് സ്ക്രിപ്റ്റ് നേരത്തെ ചിലപ്പോൾ കൊടുക്കും, ഇല്ലെങ്കിൽ ക്യാമ്പിലേക്ക് വന്നിട്ട് 1 മാസത്തോളം ഉണ്ടല്ലോ. ഈ 1 മാസത്തോളം എന്ന് പറയുമ്പം നാടകം പഠിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ്. ഒരു ക്യാമ്പിൽ താമസിച്ച ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അത് താമസിച്ചിട്ടാണ്, മിക്കവാറും ഓഡിറ്റോറിയം വേണ്ടി വരും. അപ്പം അവിടെ എല്ലാവരും കൂടി താമസിക്കുന്നു, അവിടെ ഉറങ്ങുന്നു, അവർ രാവിലെ എഴുന്നേറ്റ് അവർ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ് അവരുടെ ജോലി തുടരുന്നു. അപ്പോൾ ഇതിൽ അഭിനയിക്കുന്നവർ മാത്രമല്ല, സംവിധായകൻ തൊട്ട് പിന്നെ ഗാനങ്ങൾ എഴുതുന്ന ആൾ, സംഗീതം ചെയ്യുന്ന ആൾ, ടെക്നീഷ്യന്മാരായിട്ടുള്ള ആൾ, ഈ രംഗക്രമീകരണങ്ങൾ നടത്തേണ്ട അതൊരു ആർട്ടിസ്റ്റുകൾ, വരയ്ക്കുന്നവർ, ഇങ്ങനെ ഒരു ക്യാമ്പിൽ ഒരു 30 പേരെങ്കിലും ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് നമ്മൾ ഭക്ഷണമാണ് പ്രധാനമായിട്ട് അതിന്റെ ചെലവ് വരുന്നത് ഈ പരിശീലന കാലത്ത്. അല്ലാതെ ഇവർക്ക് ഫീസായിട്ട് ശമ്പളമായിട്ട് കാര്യമായിട്ടില്ല. അതില്ല. നാടകം സ്റ്റേജ് ചെയ്യുമ്പോഴാണ് ഇവരുടെ ശരിക്കുള്ള പ്രതിഫലം പോകുന്നത്. അതെ. അപ്പൊ പിന്നെ പ്രതിഫലം പോകുന്നതിന് മുമ്പ് ഇവർക്ക് അഡ്വാൻസ് കൊടുക്കണം. അത് ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ചാണ്, അവരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച്. അതെ, അത് എല്ലാവർക്കും ഉണ്ട്. ടെക്നീഷ്യന്മാർക്കും ഉണ്ട്, ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. ബാക്ക് ഡ്രോപ്പ് അല്ലെങ്കിൽ പശ്ചാത്തലത്തിലെ ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ, ഇതൊക്കെ ഇപ്പോഴെങ്ങനെയാണ്? ഡിജിറ്റലി ആണോ, കമ്പ്യൂട്ടറൈസ്ഡ് ആണോ, അതോ പഴയതുപോലെ തന്നെ ഇപ്പോഴും വരച്ചെടുക്കുകയും ലൈറ്റൊക്കെ പഴയതുപോലെ തന്നെ തൂക്കിയിടുകയൊക്കെ ചെയ്യുന്ന സംവിധാനമാണോ? അതൊക്കെ മാറിയിട്ടുണ്ടോ? ഇല്ല, രംഗസജ്ജീകരണം വരച്ചെടുക്കുക തന്നെയാണ് അതിന് യഥാർത്ഥത്തിലുള്ളത്. അല്ലാതെ ഡിജിറ്റലായിട്ട് ചിലർ ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അത് എന്തായാലും അത് ഇപ്പോൾ പഴയ രീതിയിൽ തന്നെ വരച്ചെടുക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അതിൽ ലൈറ്റ് കൊടുക്കുമ്പോഴാണ് അത് നമ്മളെ ജീവനുള്ളതായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ പ്രിന്റിങ്ങിൽ അത് പറ്റാത്ത വരുന്നത്? ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ഇന്നിപ്പോൾ ഏത് ക്വാളിറ്റിയിൽ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും പെയിന്റ് കൊണ്ട് വരച്ചെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്തായാലും രണ്ടും ഉണ്ട് ഇപ്പോൾ നിലവിൽ ഉണ്ട്. ഒരു നാടകത്തിന്റെ പരിശീലനം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നാടകം ഇറങ്ങിയിട്ടുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കണമല്ലോ. അതെങ്ങനെ അറിയിക്കുക? അതിപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോൾ എല്ലാം അറിയുന്നത് മിക്കവാറും ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളുണ്ടല്ലോ. ഇപ്പം മൊബൈലിൽ ഇപ്പോൾ ഇതിലൂടെ തന്നെ നല്ല പബ്ലിസിറ്റി വരും. അത് ഞാൻ ചോദിക്കുന്ന പഴയതുപോലെ ഈ ബുക്കിംഗ് ഏജന്റുമാർ അങ്ങനെയൊക്കെയുള്ള അതുണ്ട്, ബുക്കിംഗ് ഉണ്ട്. അപ്പം നമ്മൾ നമ്മുടേതായ പോസ്റ്ററുകളൊക്കെ അടിക്കുമല്ലോ. ഈ പോസ്റ്ററുകളെല്ലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഏജന്റന്മാർക്കും അത് കൊടുക്കും. അപ്പോൾ ആ ഏജന്റന്മാരിൽ നിന്ന് തന്നെ പല ആളുകളും ഈ നാടകം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ അറിയും. പിന്നെ മാധ്യമങ്ങളിലൂടെ അറിയും. പിന്നെ നമ്മളുടെ ആൾക്കാർ വേണ്ടപ്പെട്ടവരെല്ലാം പറഞ്ഞുള്ള പബ്ലിസിറ്റി. പിന്നെ അങ്ങനെ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നാടകത്തിൻ്റെ മേന്മ അനുസരിച്ച് നല്ല നാടകങ്ങളാണെങ്കിൽ അപ്പം തന്നെ അതിന് ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിച്ച് ഹിറ്റാകും. ഈ നാടകം റെഡിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഏജന്റുമാർക്ക് അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു നാടകം നടത്താറുണ്ടോ? പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. ഇപ്പോഴും അതിൻ്റെ ഏജന്റന്മാരെയും ക്ഷണിക്കപ്പെട്ട സദസ്സിനെ ഒക്കെ വിളിച്ച് പ്രോഗ്രാം കാണിക്കാറുണ്ട്. പിന്നെ നാടകത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞില്ലേ എങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർക്ക് പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുമ്പോഴും ഇന്ന പോലെ നാടകം ഇന്ന ട്രൂപ്പിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഇടയിലേക്ക്. പത്രത്തിൽ ഈ നാടകത്തിന്റെ പരസ്യമൊന്നും അടുത്ത കാലത്ത് അധികം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. വരാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? സാമ്പത്തിക ചെലവ് കൂടുതലുള്ളതുകൊണ്ട് അതാ ഞാൻ ചോദിക്കുന്നത്. അത് മുതലാവില്ലല്ലോ ഇപ്പോൾ. അതെ. നടീനടന്മാർക്കൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പ്രതിഫലമൊക്കെ? ഓരോ ഷോയ്ക്ക് അല്ലെങ്കിൽ ഓരോ സ്റ്റേജ് ചെയ്യുമ്പോഴും ഉള്ള പ്രതിഫലമാണോ, അതോ സീസൺ അനുസരിച്ച് ഒരു പ്രത്യേക ഒരു മുഴുവൻ തുക ഒന്നിച്ചാൽ കൊടുക്കുകയാണോ? അല്ലല്ല, അവർക്ക് ഓരോ പ്രോഗ്രാമിനും ആണ് പ്രതിഫലം. അപ്പം ഇപ്പോൾ എത്ര വരെയൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ? അതിപ്പം വലിയ സ്റ്റാർ വാല്യൂ അനുസരിച്ച് ഒരു 3000
3500 ഒക്കെ മേടിക്കുന്നവർ ഉണ്ടാകും. അങ്ങനെ അതിലേക്ക് താഴോട്ടുള്ളവരും ഉണ്ട്. ഇപ്പോൾ 2500 അങ്ങനെയൊക്കെ മേടിക്കുന്നവരും ഒക്കെ ഉണ്ട്. പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത്? അതിപ്പോൾ ഈ സ്ത്രീകൾക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സ്ത്രീകൾ കുറവായതുകൊണ്ട് അവർക്ക് പ്രതിഫലം ഇച്ചിരി കൂടിയാ നിൽക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് നാടകത്തിൽ. ഇപ്പോൾ ഒരു നാടക ട്രൂപ്പില് നമ്മളിപ്പോ ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് നാടകം നടത്താൻ പോകുമ്പോൾ എത്ര പേര് ആ ട്രൂപ്പിലുണ്ടാവും? നടീനടന്മാരും ടെക്നീഷ്യന്മാരും എല്ലാവരും കൂടി. അത് ഒരു വണ്ടിയിലാണല്ലോ നമ്മൾ പോകുന്നത്. ആ വണ്ടിയിൽ നമ്മൾ 14 പേരേ ഉള്ളൂ. 14 പേര് പോയാൽ നാടകം നടത്തി തിരിച്ചു പോരാ. അതിനകത്ത് നടീനടന്മാർ എത്ര പേരുണ്ടാവും? നടീനടന്മാർ ഇപ്പം ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതിൽ ഒരു 7 പേര് ഒക്കെ അഭിനയിക്കും. 7 പേരെ നിർത്തത്തക്ക പോലെ ആയിരിക്കും കഥ ഉണ്ടാക്കുക. കഥാപാത്രങ്ങൾ ഒരുപാടുണ്ടാകും. ഇവരിൽ ഒരാൾക്ക് 2-3 റോളും ഒക്കെ കാണും. ഓ, അങ്ങനെ മേക്കപ്പ് മാറ്റി ചെയ്യുന്നുണ്ടോ? മിക്ക നാടകത്തിലും അങ്ങനെയാ. ആണോ? അങ്ങനെ പറ്റുള്ളൂ. എണ്ണം കുറച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നേരത്തെ 4 സ്ത്രീകളായിരുന്നു നാടകത്തിലുണ്ടായിരുന്നത്. അത് മാറി 3 ആയി. ഇപ്പം സ്ത്രീകൾ 2 ആയി. ഓ, ശരി. ഈ 2 സ്ത്രീകൾ 4 റോളൊക്കെ ചെയ്യുമോ? 4 അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലും ചെയ്യും. അത് ശരി. അത്രയും പകർന്നാടാൻ കഴിയുന്നവർ തന്നെയാണോ? അങ്ങനെ ആക്കും. പിന്നെ പല പല വ്യത്യസ്തമായ മേക്കപ്പുകളും എല്ലാം കൊണ്ടും ചെയ്യും. പക്ഷേ ഇത് പ്രേക്ഷകർക്ക് മനസ്സിലാവാറില്ലേ? ഇല്ല, അങ്ങനെ മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു മേക്കപ്പ് ആ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ നമ്മളാക്കും. അപ്പൊ ഈ ഇടവിട്ട് ഈ റോള് മാറേണ്ടി വരുന്ന സീനുകൾ ഉണ്ടാവുമോ? അതോ ഒരു ഹാഫ് വരെ ഒരു കഥാപാത്രം, ഹാഫിന് ശേഷം മറ്റൊരു കഥാപാത്രം, ഇങ്ങനെ മാറുകയാണ് ചെയ്യുക? അല്ല, ചിലപ്പം അങ്ങനെ ആദ്യത്തെ വന്ന ആ കഥാപാത്രം ഇടയ്ക്ക് വേറൊരു റോളായിട്ട് പോയിട്ട് പിന്നെയും ആ റോളിലേക്ക് തിരിച്ചു വരേണ്ട ഒക്കെ വരും. അപ്പൊ ഇത്രയും മേക്കപ്പ് മാറ്റത്തിനൊക്കെയുള്ള സമയം നേരം കിട്ടും. അത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ അത് അവിടെയാണ് നാടകൃത്തിന്റെ കഴിവ്. നാടകൃത്തും സംവിധായകനും കൂടെ അത് ആലോചിച്ച് അത് ഇങ്ങനെ ഈ രീതിയിലാക്കിയെടുക്കും. അപ്പം കഥയിൽ ഈ ആർട്ടിസ്റ്റിന് ഇങ്ങനെ മേക്കപ്പ് മാറ്റാനുള്ള സമയം കിട്ടത്തക്ക പോലെ ഒന്ന് നീട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യും. അത് അങ്ങനെ കഥയിൽ അങ്ങനെ വലിച്ചിൽ വരാൻ പാടില്ലല്ലോ. അപ്പൊ എഴുതുമ്പോ തന്നെ ആ രീതിയിൽ ഇന്ന ഒരാള്, ഇന്ന ഒരു നടൻ ഈ റോളൊക്കെ ചെയ്യണം, ഇന്ന ഒരു അഭിനേത്രി ഇന്ന റോള് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആ രംഗത്ത് അത് വന്നു കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞ് പിന്നെ ആ കഥാപാത്രം വേറെ സ്ഥലത്ത് വരാവുള്ളൂ എന്നുള്ള രീതിയിൽ. ചുരുക്കി പറഞ്ഞാൽ ഈ 2 കഥാപാത്രം കൂടെ ഒന്നിച്ച് സ്റ്റേജിൽ വരാൻ പാടില്ല. അത് വരാൻ പറ്റിയല്ലോ. അതൊക്കെയാണ് അതിനകത്ത് നോക്കുന്നത്. അതെ അതെ അതെ. അത് നാടകൃത്തും സംവിധായകനും കൂടി ചെയ്ത് എടുക്കുന്ന 7 പേരെ വെച്ച് ഒരു 10-12 പേരുടെ ഓളം ഉണ്ടാക്കും. ചിലപ്പോൾ അതിൽ കൂടുതലും ഉണ്ടാക്കും. ശരി. ഇപ്പോൾ ഉള്ള എടുക്കുന്ന വിഷയങ്ങളെല്ലാം സാമൂഹ്യ വിഷയങ്ങളോ കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥകളോ ഒക്കെ ആയിരിക്കുമല്ലോ. ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കൂടുതൽ ആർട്ടിസ്റ്റുകൾ വേണ്ട അത്തരം പരീക്ഷണങ്ങളൊന്നും ഇപ്പോൾ വരുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ വർഷം അങ്ങനത്തെ ഒരുപാട് നാടകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് അജന്ത എന്ന് പറഞ്ഞ ട്രൂപ്പ് ഒരു വംശം എന്ന് പറഞ്ഞ നാടകം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ആ നാടകത്തിലൊക്കെ ഒരുപാട് പുരാണ കഥാപാത്രങ്ങൾ, ഭീമസേനന്റെ ഒക്കെ കഥ. അപ്പൊ അതുപോലെ തന്നെ വേറെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ വേണ്ടതിന് അതിനകത്ത് ഇത്ര ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ഉള്ളു. 7 പേരെ വെച്ചിട്ടാണ് ഈ പുരാണ കഥയൊക്കെ ചെയ്യുക. അതെ അതെ അതെ. അപ്പൊ കുരുക്ഷേത്ര യുദ്ധമൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ 7 പേരിൽ പിന്നെ ഒരു ചെറിയ വേറൊരു സഹായം ഉള്ളത്, ഇപ്പൊ ഈ ടെക്നീഷ്യന്മാരായിട്ട് സെറ്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് ഈ ചെറിയ ചെറിയ വേഷം അവരും ഗതയൊക്കെ എടുത്ത് ഇറങ്ങും. അവര് ഇടയ്ക്ക് അവരെ നമ്മൾ രംഗത്ത് ഇറക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ സെറ്റിന്റെ ആളോ ഒക്കെ പണ്ടി സെറ്റ് ചെയ്തിട്ട് മാറിയിരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് അവർക്കും അത്യാവശ്യം ജോലിയുണ്ട്. അല്ല, ഈ ഇലക്ട്രീഷ്യൻ്റെ ഇതിൽ ചെയ്യുന്ന ടേപ്പ് ചെയ്യുന്ന ആളും ലേറ്റ് ചെയ്യുന്ന ആളും അവർക്ക് വരാൻ പറ്റിയല്ല. അവരവിടെ ഇരിക്കണം. ഈ മറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള ഇത് ചെയ്യുന്ന കട്ടന്റെയും മറ്റേ സെറ്റിന്റെയും ഡ്രൈവർ പോലും വേണ്ടി വന്നാൽ കയറി വരുമായിരിക്കും. ഡ്രൈവർ വരുത്താൻ പറ്റിയല്ല. എന്നാ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ പുള്ളി നാടകം നടന്നിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ നമ്മൾ അടുപ്പിക്കാത്ത കൊണ്ടാ, അല്ലെങ്കിൽ നമ്മളെ കയറ്റിയല്ലേ. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴത്തെ നാടകം ഇങ്ങനെ സർവൈവ് ചെയ്തു പോകുന്നത് അല്ലേ? എല്ലാവരും കൂടെ ഉള്ള ഒരു കൂട്ടായ പരിശ്രമം. പണ്ടത് അങ്ങനെ വേണ്ടായിരുന്നു. പണ്ട് ഈ ടെക്നീഷ്യന്മാരായിട്ടുള്ള ഇവർക്ക് ഈ നാടകം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് വേണേൽ കിടന്ന് ഉറങ്ങായിരുന്നു. എന്നുവെച്ചാൽ ഒരു വീട് അല്ല 2 വീട് കാണിക്കുള്ളൂ. 2-3 സീനല്ലേ, വ്യത്യസ്തമായ സീനുകളല്ലേ വരുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വൈക്കം മാളവി ഇപ്പൊ അവതരിപ്പിച്ചിരിക്കുന്ന നാടകം ജീവിതത്തിന് ഒരു ആമുഖ നാടകം. 9 കർട്ടനും 3 സെറ്റും ഉണ്ട്. ഓ ശരി. അപ്പൊ ഇത് ഞങ്ങളെക്കാ കൂടുതൽ ഇവർക്ക് പണിയുണ്ട്. അനങ്ങാൻ പറ്റിയല്ല. ഇത്തരം നാടകങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ഫീസ് എത്രയാ ഒരു സ്റ്റേജ് ചെയ്യുന്നതിന്?
ഇപ്പം ശരാശരി ഇപ്പം ഒരു ലോക്കലായിട്ട് ഒരു 45-നും 50-നും ഇടയ്ക്ക് ഉള്ള തുകയാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ മുതലാകുമെന്ന് ചോദിച്ചാൽ ഏറ്റവും തുക കുറവുള്ള കലാരൂപം നാടക. അതുകൊണ്ട് തന്നെയാണ് ഈ നാടകത്തിൻ്റെ ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾക്കും മറ്റുള്ളവർക്കും ഒക്കെ കൂടുതൽ ശമ്പളം പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് മറ്റ് പല കലാരൂപങ്ങൾക്കും എത്രയോ ഇതിന്റെ ഇരട്ടിയാണ്. ഒരു ഗാനമേള എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് 2 ലക്ഷം 3 ലക്ഷം കൊടുക്കുന്നത് 1 ലക്ഷം രൂപ കുറഞ്ഞ ഒരു ഗാനമേള ഇല്ല. അതിൻ്റെ ലെവലിലേക്ക് നാടകം ഉയർന്നിട്ടില്ല. എന്ന് വെച്ചാൽ നാടകത്തിന്റെ പ്രതിഫലം ഉയർന്നിട്ടില്ല. ഈ നാടകത്തിന്റെ പ്രതിഫലം ഉയരാത്തതിന്റെ ഒരു കാരണം ഈ കാലത്തിനനുസരിച്ച് ആളുകളുടെ അഭിരുചി മാറുന്നതനുസരിച്ച് കുറച്ചുകൂടെ സാങ്കേതികമായ ഒരു വളർച്ച, അല്ലെങ്കിൽ ഇന്റർനാഷണൽ തിയേറ്ററുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വന്നൊരു മാറ്റം. അതായത് ആളുകളെ പിടിച്ചിരുത്തുന്ന ഡാൻസ് ഡ്രാമകൾ പോലെ അല്ലെങ്കിൽ മറ്റ് ചില സങ്കേതങ്ങളിലൂടെ ആ നാടകം ആളുകൾക്ക്, പ്രേക്ഷകർക്ക് അത്യാവശ്യമുള്ള ഒന്നാക്കി മാറ്റുന്നതിൽ നമുക്കുണ്ടായ ഒരു പരാജയമല്ലേ, കാലോചിതമായ മാറ്റം വരാത്തതല്ലേ? അല്ല, അതുപോലെയൊക്കെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതിലൊക്കെ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അതനുസരിച്ചുള്ള ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, സിനിമ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട്. പ്രേക്ഷകരുടെ അഭിരുചിക്കനുസരിച്ച് സിനിമ പുതിയ ട്രെൻഡുകൾ ഉണ്ടാകുന്നു, ന്യൂ ജനറേഷൻ ഉണ്ടാകുന്നു. നാടകത്തിൽ ഈ ന്യൂ ജനറേഷൻ കേൾക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഇപ്പം നാടകം എന്ന് പറയുമ്പോൾ 24 അടി സ്റ്റേജിനുള്ളിൽ ഒതുക്കി വേണം നമ്മൾ ചെയ്യാൻ. ഈ 24 അടി സ്റ്റേജിനുള്ളിൽ നമ്മൾ ഈ സെറ്റിങ്സിലൂടെയും ഈ ലൈറ്റിലൂടെയും ഇതിലൊക്കെ ചെയ്യാവുന്ന രീതിയിൽ ഉള്ള പുതുമകളും കാര്യങ്ങളും ഒക്കെ ഒതുക്കി ചെയ്യുന്ന ആ അടിക്കുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലേ കൂടുതൽ. അത് നമ്മുടെ ഒരു ഭാവന 24 അടിയിൽ ഒതുങ്ങി പോകുന്നത് കൊണ്ടല്ലേ, നമ്മുടെ ചിന്തകൾ ഈ 24 അടിയിൽ തന്നെ ഒതുങ്ങി പോകുന്നതുകൊണ്ടല്ലേ, ക്ലീഷയായ ഡയലോഗുകളും ക്ലീഷയായ നടത്തങ്ങളും ക്ലീഷയായ അഭിനയങ്ങളുമായിട്ട് ഇപ്പോഴും തുടരുന്നതുകൊണ്ടല്ലേ. ഇതിലൊരു ഇന്നവേറ്റീവ് ചിന്ത കൊണ്ടുവന്നാൽ, ലോകനിലവാരമുള്ള നാടകങ്ങളെ ഒന്ന് ഫോളോ ചെയ്താൽ നമുക്കും ഈ മാറ്റങ്ങൾ കൊണ്ടുവരാവുന്നതല്ലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അല്ല, അത് അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ ഇതിന് ഏറ്റവും വേണ്ടതനുസരിച്ച് നമ്മൾ ഈ രംഗക്രമീകരണങ്ങളിൽ നമ്മൾ നാടകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു റോഡിലൂടെ പോകുന്നു, അത് കഴിഞ്ഞ് നമ്മളൊരു ടൗണിൽ ചെല്ലുന്നു, അത് കഴിഞ്ഞ് നമ്മളൊരു കാട്ടിൽ ചെല്ലുന്നു, അല്ലെങ്കിൽ ഒരു കലുങ്കിൻ്റെ അവിടെ ഇരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ കർട്ടനിലൂടെ നമ്മൾ ഈ ലോകത്ത് നാടകങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങോട് കൂടിയല്ല, ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ലാതെ ജനങ്ങളുടെ നടുക്കോട്ടിറങ്ങി വന്ന് സ്റ്റേജിന് അല്ലെങ്കിൽ നാടകം നടക്കുന്ന ആ സ്റ്റേജിന് ചുറ്റും കാണികൾ ഇരിക്കുന്ന നാടകങ്ങളുടെ വരെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജിയും അല്ലെങ്കിൽ നാടകത്തിൻ്റെ സങ്കേതങ്ങളും മാറുന്നത് കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നില്ലെന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം. കാരണം ലോക നാടക വേദികളിലൊക്കെ എല്ലാം ഇങ്ങനെ ചതുരപ്പെട്ടി പോലത്തെ ഒരു സ്റ്റേജും അതിനകത്ത് വലിച്ചു പൊക്കുന്ന ഒരു കർട്ടനും അതിൻ്റെ പുറകിൽ ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്ന ഒരു പ്രതിഭ വരച്ച ചിത്രങ്ങളും കൊണ്ടല്ലല്ലോ ലോകം മുഴുവൻ നാടകം നടക്കുന്നത്. അപ്പോൾ ഈ നാടകത്തിൻ്റെ സങ്കേതങ്ങൾ മാറുന്നത് നമ്മൾ കൊണ്ടുവരുന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. മുമ്പേ വിദേശ രാജ്യങ്ങളിൽ ഇപ്പം സിനിമയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടും, നാടകങ്ങൾ അവിടെ നടത്തുവാണെങ്കിൽ നാടകത്തിന്റെ ടിക്കറ്റ് കിട്ടാനില്ലെന്നാ പറയുന്നത്. അപ്പൊ അതേ രീതിയിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിലൊന്നും അത്ര കണ്ട് കാര്യങ്ങൾ ജനങ്ങൾ ആ നാടകത്തെ അങ്ങനെ കണ്ട് കൈകാര്യം ചെയ്ത് എടുക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങൾ ഏത് ഇഷ്ടപ്പെട്ട സാധനത്തിൻ്റെയും പുറകെ പോകുന്നവരാ, അല്ലാതെ ജനത്തെ നമുക്കിത് കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. ജനത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഉള്ളിടത്തേക്ക് അവൻ എരച്ചെത്തും, ജനത്തിന് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉള്ളിടത്തേക്ക് എരച്ചെത്തും. പൊട്ട സിനിമ ഇറക്കിയാൽ ജനം പുറംതിരിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ജനം എവിടെയാണ് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം എന്താ? ജനം എരച്ച് കയറുന്ന ഒരിടത്തേക്കാണെങ്കിൽ അതിൻ്റെ കാരണം എന്താ? അത് നാടകക്കാർ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ പ്രശ്നം? അല്ല, അപ്പോൾ വേറൊരു കാര്യമുണ്ട് സാറേ, ഈ നാടകത്തിനുള്ള പ്രതിഫലം ഇപ്പോഴും ജനം ഇരച്ച് കയറുകയും ആ നാടകം ആവശ്യമാണെന്ന് വരികയും ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന പ്രതിഫലം ഒരാൾ തരും. തരും, പക്ഷെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ലല്ലോ. ആരാണ് വരുത്തേണ്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നാടകക്കാർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നാടകത്തെ ഉയർത്താൻ പറ്റില്ല. നാടകക്കാർ തന്നെയാണ് നാടകത്തെ ഉയർത്താൻ ചിന്തിക്കേണ്ടത്. സിനിമയെ ഉയർത്താൻ സിനിമയിലുള്ളവർ ചിന്തിക്കുകയും പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും പുതിയ ചിന്തകൾ കൊണ്ടുവരികയും ലോകത്തെന്ത് മാറ്റമുണ്ടെന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന മാർഗം. അതുപോലെ തന്നെ നാടകത്തിലും കൂടുതൽ ആളുകൾ പ്രതിഭയോടുകൂടി ചിന്തിക്കുകയും അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലല്ലേ വരുള്ളൂ. അല്ല, അത് നാടകക്കാർ മാത്രം വിചാരിച്ചാൽ പോരെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും മാധ്യമം നാടകത്തിന് പ്രോത്സാഹനകരമായിട്ട് ഒരു കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു പത്രങ്ങൾ പോലും ഇപ്പം നാടകത്തെ പണ്ട് റിവ്യൂ ഒക്കെ നാടകത്തെക്കുറിച്ചൊക്കെ വരുമായിരുന്നു, അത് വരുന്നില്ല. ഇപ്പോൾ ഇവർക്കൊക്കെ നികുതി കിട്ടുന്ന കാര്യം, ഇപ്പോൾ സിനിമയിൽ നിന്നാണെങ്കിൽ നികുതി കിട്ടും,
നാടകത്തിൽ നിന്ന് നികുതി ഇല്ല. അല്ല, നികുതി കിട്ടുന്ന ഗവൺമെന്റിനല്ലേ? ആ. ഗവൺമെന്റിന് ഇപ്പം നാടകം സിനിമ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നികുതി കിട്ടിയതുകൊണ്ട് സിനിമക്കാർക്ക് എന്തെങ്കിലും കൂടുതൽ ബെനിഫിറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നുമില്ല. ഇപ്പോൾ ഒരു നാടകം, പ്രൊഫഷണൽ നാടകം ഒരെണ്ണം ഉണ്ടായി, അത് നാട്ടിൽ മുഴുവൻ കളിച്ചെന്ന് വെച്ച് മറ്റുള്ള ആൾക്കാർക്ക് പൊതുമുതലിൽ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ ഇവിടുത്തെ മറ്റുള്ളവർക്കൊന്നും അതിൽ നിന്നുള്ള ഇതൊന്നും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അല്ല, അതുകൊണ്ട് തന്നെ നാടകത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല. അല്ലെ, അല്ലെങ്കിലും സിനിമയെ ഈ നികുതിയൊക്കെ കിട്ടുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണോ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ല, സർക്കാരാണോ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നത്? ആ സിനിമയുടെ പിന്നണി പ്രവർത്തിക്കുന്നവരാ സിനിമയെ നന്നാക്കുന്നത് അല്ലേ? നല്ല സിനിമയാണെങ്കിൽ ജനം കാണും. ചാർള് സിനിമയാണെങ്കിൽ സൂപ്പർ സ്റ്റാറിൻ്റെ ആണെങ്കിലും മനുഷ്യൻ കയറുന്നില്ല. അപ്പോൾ നല്ലത് കൊടുത്താൽ ജനം സ്വീകരിക്കും. നല്ലത് കൊടുത്താൽ മാത്രമേ ജനം സ്വീകരിക്കൂ. നമ്മളെ ജനം ഒഴിവാക്കിയെങ്കിൽ അതിൻ്റെ അർത്ഥം ജനത്തിന് തൃപ്തിപ്പെടുന്നില്ലെന്ന് തന്നെയല്ലേ? അല്ല, നമ്മളെ ഒഴിവാക്കിയെന്നോ, ഇതിന് ആരെ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഇത് താങ്കൾ പറഞ്ഞത് പ്രതിഫലം കിട്ടുന്നില്ല, പ്രതിഫലം കുറവാണെന്ന്. പ്രതിഫലം ഒരാളുടെ നിശ്ചയിക്കുന്നത് ആരാണ്? അയാളുടെ ജനകീയതയാണ്. അയാൾക്ക് പ്രേക്ഷകരുണ്ടെങ്കിൽ, പ്രേക്ഷക സമൂഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഇടാം. അതെ, പക്ഷെ അന്നേരം എന്നിരുന്നാലും നമുക്ക് സമൂഹത്തിനൊരു ബാധ്യതയില്ല. ഇപ്പം ഇല്ല, അങ്ങനെ ഒരു ബാധ്യതയൊന്നും സമൂഹത്തിനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യുന്ന സഫാരി ചാനല് പരസ്യമില്ലാതെ ചാനൽ പോകുന്നു, അതിനകത്ത് ഏറ്റവും നല്ല കണ്ടന്റ് കൊടുക്കുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് സമൂഹത്തോട് ചോദിക്കുക, നിങ്ങൾക്കൊരു ബാധ്യതയില്ല എന്നെ പോറ്റേണ്ടത്, ഇവിടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്കൊരു മാസം ഇത്ര ലക്ഷം രൂപ തരേണ്ടത്? ഒന്നുമില്ല. സമൂഹത്തിന്റെ ബാധ്യത കണ്ടാൽ കൊള്ളാമെന്ന് പറയുക, അതിനപ്പുറം ഒന്നുമില്ല. കണ്ടാൽ കൊള്ളാവുന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്തായാലും പറയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രസ്ഥാനം ഇവിടെ ഇപ്പോഴും നിലനിൽക്കില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ഈ താങ്കളുടെ കൃത്യമായ ഇതിനെക്കുറിച്ചുള്ള ഒരു വികാരം ഒന്ന് പുറത്തെത്തിക്കാൻ വേണ്ടി ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. വേറൊരു സ്ഥലത്ത് നാടകം കഴിഞ്ഞിട്ട് ഇവിടെ 1:30 മണിക്കായിരുന്നു നാടകം നടത്തേണ്ടത്. 2:45 ചെന്നില്ല. 3 മണിയുടെ അടുത്തൊക്കെ ആയപ്പോൾ ചെന്ന് ആളുകളെല്ലാം പിരിഞ്ഞു പോയി. വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ പറഞ്ഞു, ഇനി നാളെ നാടകം കളിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഇവർ വിടാതെ നമുക്ക് പോകാൻ പറ്റുമോ? പൂട്ടിയിട്ടു. അപ്പോൾ പൂട്ടിയിട്ടില്ല, സ്നേഹത്തോടു കൂടി കൊണ്ടുപോയി. സ്നേഹത്തോടെ എങ്ങനെ പൂട്ടിയിടുന്നു? അല്ല, പൂട്ടിയത് ഇട്ടിട്ടില്ല, വളരെ ബഹുമാനത്തോടു കൂടി വെച്ചു. ഈ നടീനടന്മാർക്ക് പെട്ടെന്ന് ഒരു അസൗകര്യം വരിക, ഒരു ആക്സിഡന്റ് ഉണ്ടാവുക, വീട്ടിലാരുടെയെങ്കിലും ഒരു മരണം ഉണ്ടായാൽ പോലും ആളുകൾക്ക് വരാൻ പറ്റില്ലല്ലോ. ഒരു പെൺകുട്ടി, അപ്പോൾ അവൻ്റെ അച്ഛൻ മരിച്ചുപോയി. അന്ന് നാടകമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒച്ചറ താമസിക്കുന്നത്. ഞങ്ങൾ നേരെ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. കർമ്മങ്ങളൊക്കെ ചെയ്ത് ബോഡി സംസ്കരിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 മണിയായി. എന്തായാലും അവർ വരാൻ തയ്യാറായി. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയൊരു ദയനീയാവസ്ഥ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ നാടകത്തിനകത്ത് ഇവരുടെ ഭർത്താവ് മരിക്കുമ്പം ഇവർ ഇതേപോലെ വീട്ടിൽ അച്ഛൻ മരിച്ചു കിടന്നപ്പോൾ ഞങ്ങൾ കരയണ കണ്ടതാണ്. അതേപോലെ തന്നെ കരയുന്ന സീൻ ഈ നാടകത്തിലുണ്ട്. സാമൂഹ്യ പാഠം എന്ന നാടകത്തിൻ്റെ പേര്. ആ നാടകത്തിനകത്ത് ലാസ്റ്റ് തൂങ്ങി മരിച്ചു കിടക്കുന്ന ഒരു രംഗമാണ്, ഞാനാണ് അഭിനയിക്കുന്നത്. ആ സീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആ ബെൽറ്റങ്ങ് മുറുകി കൈയും കാലൊക്കെ ഇങ്ങനെ അടിച്ച് ഈ മരണത്തിലേക്ക് ഏകദേശം പോണതിൻ്റെ ഒരു സംഭവമാണ് അവിടെ വന്നത്. ശ്വാസമൊക്കെ ശ്വാസമൊക്കെ മുട്ടി. അതൊന്നും ഇവരറിയുന്നില്ലല്ലോ.